നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബിലാൽ അള്ളാന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് വിളിയടാ ലാത്ത വല്ലുസ എന്ന് പറയുന്നത്. ലാത്തയുസ അള്ള കൊടുത്ത കൈവന്നാ ചോദിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനാണെങ്കിൽ അദ്ദേഹം ഒരു സമസ്തക്കാരനല്ലേ ബിലാല്? ബിലാല് പറയുന്നത് ഞാൻ വിളിക്കൂല, ഞാൻ വഹാബിയാണ്. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യില്ല, ഞാൻ അവനിൽ ഒന്നിലെയും പങ്കു ചേർക്കൂല. 72-ാം അധ്യായം 20-ാമത്തെ വചനം, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഈ ആയത്ത് നിങ്ങൾ പന്നൂരുകാർ പ്രത്യേകം പഠിക്കണം. നിങ്ങളുടെ നാട്ടിൽ ഖബർ പള്ളിക്കുള്ളിലുണ്ട്. ഈ ഖബറാളിയോട് വിളിക്കുന്ന പണിയും നിങ്ങൾക്ക് ഉണ്ട്. അല്ല എന്താ പറയുന്നത്? പള്ളി അള്ളാൻ്റെതാണ്, ആ പള്ളിയിൽ അള്ളഹാനോടൊപ്പം, അവിടെ അള്ളാഹ്ക്ക് പുറമേ എന്നല്ല പറഞ്ഞില്ല. വല്ലാത്തൊരു വാചക അത്, ആ വല്ലാത്തൊരു വാചക. അതിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിനോടൊപ്പം മഗ്‌രിബിന് നിസ്കാരത്തിൽ നിങ്ങൾ അള്ളാഹിനെ വിളിക്കും, അത് കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് നിന്ന ശൈഖിനോട് വിളിക്കും. അല്ല എന്താ ഖുർആനിൽ പറഞ്ഞു? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ. അള്ളാഹിനോടൊപ്പം. സമസ്തക്കാരോട് ഞങ്ങൾ അള്ളാഹിനെ വിളിക്കലുണ്ടല്ലോ, അള്ളയും പറഞ്ഞു ഞങ്ങൾ വിളിക്കലുണ്ട്. പക്ഷെ അള്ളാഹിനെയും വിളിക്കും, മൊയ്തീൻ ഷെയ്ഖിനെയും വിളിക്കും. പള്ളിയിൽ വെച്ച് 1000 വട്ടം നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെ ഹാളിറു യാ ഹാളിറു, ഈ മജ്ലിസിൽ ഹാളിറു എന്ന് പറയുന്ന ഖുതുബിയത്ത് നിങ്ങൾ ഇറക്കുന്ന പള്ളിയിൽ. പള്ളി അള്ളാന്റെ. അതുകൊണ്ട് ഞാനിവിടെ പന്നൂരുകാരോട് പറയണേ, ഈ പള്ളിയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം കബൂലല്ലോ. ആ ഖബർ അവിടുന്ന് പൊളിച്ച് വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ KP സുന്നിയോടാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ നിസ്കാരം കബൂലല്ല. അള്ളാഹുവിന്റെ ഖുർആനിനെതിരാണ്, പടച്ചവന്റെ ഖുർആനിനെതിരാണ്. ഈ ഖബർ പള്ളിക്കുള്ളിലുള്ള ഈ പള്ളിയിൽ പോകുമ്പോ നെഞ്ചു പൊട്ടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഈ KP സുന്നികളിലുണ്ട്. അത് തെറ്റാന്നറിയുന്നവരുണ്ട്. നാദാ, നിന്നെ മാത്രം വിളിക്കുന്ന മസ്ജിദിൽ പോലും പേരറിയാത്ത, ഊരറിയാത്ത, അല്ലെങ്കിൽ ഊരറിയുന്ന പേരറിയുന്ന നിന്റെ സൃഷ്ടികളിൽ ഓരോരുത്തരെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നല്ലോ. കുട്ടികളെ കൊണ്ടാ ഉപ്പാപ്പ, രോഗം മാറ്റിത്തരണേ ഉപ്പാപ്പ. എന്തൊരു കഷ്ടമാണ് ഈ കൗമിന്റെ കഷ്ടം. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു പറയാണ്, അദ്വാ ഹുവൽ ഇബാദ സുമ്മ ഖറഅ ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. ഈ ആയത്ത് നബി പറഞ്ഞതായിട്ട് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു പറയാണ്, അദ്വാ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. സുമ്മ ഖറഅ, പിന്നെ നബി ഓതി, വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അടുത്ത എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കാതെ. അപ്പൊ പ്രാർത്ഥന എന്താണ്? ആരാധനയാണ്. ആ പ്രാർത്ഥന അള്ളല്ലാത്തോട് നടത്തിയാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ജീവിതത്തിൽ നിങ്ങൾ നോക്ക്, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാം. ഖലീൽ തങ്ങൾ കടലിൽ വെച്ച് 300 ചില്ലാൻ ആളുകളെ വിളിച്ചു. അബൂജഹൽ പോലും കരയിൽ വിളിച്ച ഒരാളെയും കടലിൽ വെച്ച് വിളിച്ചില്ല. ഖലീൽ തങ്ങൾ കരയിലും വിളിക്കുന്ന അല്ലാത്തോലെ, കടലിലും വിളിക്കുന്ന അല്ലാത്തോലെ, കടലിൽ വെച്ച് അള്ളാനെ മാത്രം വിളിച്ചിട്ടും അബൂജഹൽ നരകാവകാശിയായി. ഇത് കരയിലും വിളിക്കുന്നില്ല റബ്ബിനെ, കടലിലും വിളിക്കുന്നില്ല റബ്ബിനെ. എന്തൊരു ഗതികേടാണ് മനുഷ്യരെ, എന്തൊരു ഗതികേടാണ്. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. തിരിഞ്ഞിടത്തേക്ക് റബ്ബ് നിങ്ങളെ തിരിച്ചുവിട്ടു. ചെറിയ കാര്യമല്ല ഇത്, ചെറിയ കാര്യമല്ല ഇത്. അതുകൊണ്ട് ഈ പന്നൂരിലെ നിങ്ങൾ പള്ളി എത്ര മോഡിഫിക്കേഷൻ ചെയ്താലും ആ പള്ളിക്കുള്ളിൽ നിങ്ങൾ ഖബർ വെക്കുന്ന കാലം അത്രയും ശപിക്കപ്പെട്ടവരായിട്ടാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുക. ഇത് അത്രയും സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയണമെന്നറിയോ? ഈ ദുനിയാവിലെ ജീവിതത്തിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമുണ്ട് എന്നുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ പടച്ചവനിലേക്കുള്ള മടക്കമുണ്ടാകണം.